ജനാധിപത്യ മതേതരത്വ സ്വഭാവം ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ടാണ്, അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ബഹുമാന്യനായ എ.ബി. അബൂബക്കർ മുസ്ലിയാരൻ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന നിരവധിയായ കാര്യങ്ങൾ നമുക്കറിയാം. ഏറ്റവും മനോഹരമായ ലളിതമായിട്ടുള്ളൊരു പ്രമേയമാണ് ഈ ജാഥയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ പ്രമേയം എന്നുള്ളത് ഉയർത്തിപ്പിടിക്കുന്നത് മനുഷ്യർക്കൊപ്പം എന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ്. മാനവികതയിലേക്കുള്ള ഒരു വിളിയാണ് ഈ പ്രമേയത്തിന്റെ മുഖ്യ ലക്ഷ്യം. അതും ഒരു വഴി യാത്രയായിട്ടല്ല, ഒരു വഴി കാട്ടലായിട്ടാണ് നമ്മൾ ഈ യാത്രയെ കാണുന്നത്. ഈ യാത്രയുടെ ഓരോ ചുവടും ചരിത്രത്തോടാണ് സംസാരിക്കുന്നത്. വിഭജന മന്ത്രം മുഴങ്ങുന്ന ഒരു ചരിത്ര ഘട്ടത്തിൽ സാമുദായിക സൗഹാർദ്ദത്തിന്റെയും മൈത്രിയുടെയും ഒരു പൊതു ഏട് ആണ് മാനവികതയെ ഇങ്ങനെ ചേർത്ത് പിടിക്കാമെന്ന ഈ ഏടിലൂടെ നമ്മൾ കാണുന്നു. കാന്തപുരം ഉസ്താദ് നയിക്കുന്ന ഈ യാത്ര കുറെ ശരീരങ്ങളുടെ സഞ്ചാരമല്ല, കുറെ ഹൃദയങ്ങളുടെ ഉണർവാണ്. വെളിച്ചം കയ്യിൽ പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യരുടെ ഒരു യാത്രയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. വൈവിധ്യങ്ങളെ ചേർത്ത് പിടിച്ച സമാധാനത്തിന്റെ സാക്ഷ്യം. ഇവിടെ കാണുന്ന ഓരോ മുഖവും പറയുന്നു, ഞങ്ങൾ വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കുന്നില്ല. ജാതി മത ചിന്തകൾക്ക് മേലെ ഉയർന്നു കേൾക്കേണ്ട മാനവികത സൂക്തങ്ങളെ ഏറ്റുപാടുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. നേതൃത്വം അകലം പാലിക്കുന്നത് അല്ല ശരി, അത് ജനങ്ങളോടൊപ്പം മനുഷ്യനോടൊപ്പം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഈ യാത്രയിൽ ഉടനീളം നമ്മൾ കാണുന്നത്. ഉസ്താദിന്റെ സാന്നിധ്യവും അതുതന്നെയാണ്. ഡിജിറ്റൽ ലോകത്തിൽ വാർത്തകളെക്കാൾ വേഗത്തിൽ ലോകത്തിൽ അവാസ്തവങ്ങൾ പരക്കുന്ന ഒരു കാലഘട്ടമാണ്. വൈര്യങ്ങളും തെറ്റിദ്ധാരണകളും പടരുന്ന കാലമാണ്. ഇത് വളരും. ഇതിനെ നശിപ്പിക്കാൻ ഒരു കീടത്തിനും സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. കീടനാശിനി പ്രയോഗിക്കാതെ തന്നെ കീടം നശിക്കും, അതിന് യാതൊരു സംശയവുമില്ല. മണ്ണിനായി കരുതും ചിരിവിരിയാൻ, ചില്ലുതാർ വിണ്ണിനായി തെളിയും തിരിവരയാൻ, തിരമാല പോലെ പടരാനായി നെറിനാരുവേരു വിടരാനായി, പുതുപുലരികളെ നിറനിനവുകളെ കരിപുരളാതിടുവാനേ, ചതിപകലുകളെ കൊതിച്ചിതലുകളെ സതുമതിലായിടുവാനേ, നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ, നന്മഴകായി വെൺമുകിലായി കേരളയാത്രയിതാ.